ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വ്ളോഗായിട്ട് എടുക്കാം. അപ്പോൾ ഞാനും ഹസ്ബൻഡും മോനാന്നുള്ളത്. ഇപ്പോൾ നല്ല ഒരു ഉച്ച ടൈമാണ്, നല്ല വെയിലും കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡ്രോൺ പറത്താൻ പോക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ബീച്ചിൽ നിന്ന് പറത്താന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ വീട്ടിൻ്റെ അവിടെ നിന്ന് പറത്തിയിരുന്നു. പക്ഷെ ഫുൾ കാടായതുകൊണ്ട് പറന്നിട്ട് കാട്ടിലേക്ക് പോയിട്ട് അതിൻ്റെ ചിറകിലൊക്കെ ഫുൾ കാടിങ്ങനെ ചുറ്റി വളഞ്ഞിട്ടാണ് ഉണ്ടായത്. നമ്മൾ വിചാരിച്ച് ബീച്ചിൽ കൊണ്ടായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ക്ലിപ്സും കാര്യങ്ങളും കാണിച്ചു തരാം. ഇത് ഇനി പറന്നു പോയിട്ട് കടലിലേക്ക് പോകുമെന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഹസ്ബൻഡ് ഇതേ ഡ്രോണ് പറത്താനുള്ള ശ്രമത്തിലാണ്. ഈ ഡ്രോണ് പറത്തുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ എന്തായാലും തീർച്ചയായും പോയി കണ്ടു നോക്കുക. അത് കാണാത്തവർക്ക് ഞാൻ ഇതിൽ ചെറിയ ചുരുക്കത്തിലൊന്ന് പറഞ്ഞുതരാം. ഈ ഡ്രോണ് നമുക്ക് 8-ൻ്റെ പണിയാണ് തന്നത്. ഇതിൽ ബാറ്ററി ചാർജും കാര്യങ്ങളൊന്നും തീരെ നിൽക്കുന്നുണ്ടായിട്ടില്ല. ഇത് മോൻ്റെ ബർത്ത്ഡേ ടൈം വാങ്ങിച്ച ഇതാണ്. നമ്മൾ ബീച്ചിൽ വന്നിട്ട് വീഡിയോസും കാര്യങ്ങളും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. പിന്നെ നമ്മൾ വിചാരിച്ച് ഇങ്ങനെ ബീച്ചിൽ കൊണ്ടുവന്നിട്ട് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ്. പിന്നെ ചാർജും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഡ്രോണിനെ കുറേ പ്രാവശ്യം പറത്താൻ നോക്കിയിട്ട് പറക്കൊന്നുമില്ല, കത്തൊന്നുമില്ല. പിന്നെ ഹസ്ബൻഡ് വിചാരിച്ച് ഡ്രോണിൻ്റെ എന്തോ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ അഴിച്ച് അതിനെ മാറ്റി ഫിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വന്നത്. പിന്നെ ഞാൻ പറഞ്ഞ് ചാർജും കാര്യം നിൽക്കാത്ത കാരണമായിരിക്കും, നമുക്ക് ഒന്ന് കാറിൽ പോയിട്ട് ചാർജ് ചെയ്ത് നോക്കാം, അന്നേരം പറക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് നല്ല വെയിലുണ്ടായിരുന്നു. ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം, ഒരു 5-6 പ്രാവശ്യം എന്തായാലും ശ്രമിച്ചിട്ടുണ്ടാവും. പിന്നെ ആകെ ആ വെയിലും ക്ഷീണവും കാര്യങ്ങളായി നമ്മൾ ഈ ഒരു അവിടെ തന്നെ ഒരു പെട്ടിക്കട പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ പെട്ടിക്കടയല്ല, കുറച്ച് ആഡംബരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ലൈമും പിന്നെ ഇപ്പോൾ പഴംപൊരിയാണ് വാങ്ങിയത്. ഇവിടെ ഭയങ്കര റേറ്റാണ്. പഴംപൊരിക്കും ജ്യൂസിനും കൂടി ഏകദേശം ഒരു 100 രൂപ അടുപ്പിച്ചിട്ട് അവർ വാങ്ങിയിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു പഴംപൊരിയും ജ്യൂസും കൊടുക്കുന്ന ടൈം അവർ പഴംപൊരിയും ബീഫും കോമ്പിനേഷൻ പറഞ്ഞിരുന്നു. എനിക്കാണെങ്കിൽ എരിവും മധുരവും കൂടി ഒപ്പം മിക്സാക്കി തന്നാൽ അത്ര വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കാറിൽ ചാർജ് ചെയ്തിട്ട് ഡ്രോണിൻ്റെ ബാറ്ററി ചാർജ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് വന്നു. ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ നല്ല ആംബിയൻസും കാര്യങ്ങളുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ നിക്കാഹ് കഴിയുന്നതിന് മുമ്പ് അല്ലാത്തപ്പോഴും ഇവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു ടൈമൊക്കെ ഈ ഒരു സ്ഥലത്ത് എന്ന് വെച്ചാൽ കപ്പൽ കരക്കടിഞ്ഞ ഒരു സ്ഥലമാണ്. കാണാൻ തന്നെ നല്ല രസമാണ്. നമ്മളിപ്പോൾ ടൈറ്റാനിക് ആ ഒരു ലെവലിൽ പോലെ വലിയ കപ്പലായിരുന്നു. അപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം വന്ന സമയം പിന്നെ ആ കപ്പലിനെ കണ്ടിട്ടില്ല. അവർ ഇവിടുന്ന് അങ്ങ് കൊണ്ടുപോയി അങ്ങനെ എന്തോ അവർ പറഞ്ഞത്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നേരെ ആ ഒരു ബീച്ചിലേക്ക് എത്തലല്ലേ, ഈ ഒരു ഇടവഴി എന്നല്ല, മെയിൻ റോഡ് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു കട്ട് റോഡ് പോലത്തതും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ബീച്ച് എത്തുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന ടൈം വല്ലാണ്ട് വെള്ളം വന്ന് ഇങ്ങനെ ഈ പാറക്കെട്ടിലടിച്ചിട്ട് നമ്മളെ മേത്തൊക്കെ തെറിക്കുന്ന രീതിയിൽ അത്രക്കും ശക്തമായിട്ട് വല്ലാണ്ട് അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇവിടെ നിന്ന് അധികം മീൻ പിടിച്ചിട്ട് പോകുന്നതും ചെമ്മീൻ അങ്ങനത്തെ പിന്നെ ഈ കുറേക്കാർ തിന്നുന്ന ഒരു സംഭവമില്ല, എന്താ അതിന് പറയുക, പുഴുവിനെ പോലത്തെ ഒരു സംഭവം. ആ സാധനമൊക്കെ ഇവരിങ്ങനെ ഉണക്കാൻ വെച്ചിട്ടൊക്കെ ഉണ്ടാവലുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ശംഖും പിന്നെ വേറൊരു ചിപ്പി പോലത്തെ സാധനം ഫുൾ കരക്കടിഞ്ഞിട്ട് വലിയ സൈസിലുള്ളതായാലും ചെറിയ സൈസിലുള്ളതായാലും എല്ലാം അവിടെ കിട്ടുന്നതാണ്. ഞാൻ ആദ്യം ഒരു പ്രാവശ്യം വന്ന സമയം എനിക്ക് വലിയ രീതിയിലുള്ളത് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ ഊതാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഉള്ളതായിരുന്നു. പിന്നെ അവിടെ നിന്ന് എൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ട്. ആ ചെരുപ്പ് എന്ന് വെച്ചാൽ ഞാൻ നല്ലോണം ഇട്ട് മുതലാക്കിയ ഒരു ചെരുപ്പാണ്. പിന്നെ ഹസ്ബൻഡ് ആ നിലത്ത് വെച്ച ടൈം വെള്ളം വല്ലാണ്ട് കരക്കോട്ട് കയറിയിട്ട് ഡ്രോണ് ചെറിയ രീതിയിൽ നനഞ്ഞിട്ടൊക്കെ ഉണ്ട്. പിന്നെ അത് പറന്ന് ഹസ്ബൻഡ് വിചാരിക്കാത്ത രീതിയിലാണ് പറന്ന് ലാസ്റ്റ് അങ്ങ് ദൂരെയുള്ള ഒരു മരത്തുമ്മൽ പോയിട്ട് കുടുങ്ങിയാണ് ചെയ്തത്. വീട്ടിലുള്ള ടൈം ഇങ്ങനെ പറത്തിയ സമയം കാട്ടിൽ പോയിട്ട് 2-3 പ്രാവശ്യം കുടുങ്ങിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ കുടുങ്ങിയ സമയം ഞാൻ വിചാരിച്ച് കടലിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷേ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു മരത്തിൽ ഇതേ കാണുന്നതാണ് നമ്മളെ ഡ്രോണ്. ഹസ്ബൻഡ് 2-3 പ്രാവശ്യം വടിയെടുത്ത് എറിഞ്ഞ്, പക്ഷേ ലാസ്റ്റത്തെ വടിയേറിയില്ല, 3ാമത്തെ വടിയേറിയില്ലാണ് നമ്മളെ ഡ്രോണ് താഴേക്ക് വീണത്. അതിനുശേഷം ഞാൻ വലിയ ആളെ മാതിരി ഡ്രോൺ വർത്താൻ പോകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നിൽക്കലും പോക്കൊക്കെ ഒപ്പരായിരുന്നു.
പിന്നെ അതൊക്കെ മതിയാക്കി നമ്മൾ അവിടെ നിന്ന് നമ്മളെ ഡ്രോണിൻ്റെ ബാഗും സാധനങ്ങളും അവിടെ വെച്ച് മറന്നുപോയി, എടുക്കാൻ വിട്ടുപോയി. അത് വല്ലാത്തൊരു നഷ്ടമായിപ്പോയി. അതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ വേറെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും എടുക്കാൻ പറ്റില്ല. ഒരു ഡ്രോൺ ബാഗ് മാത്രമാണ്. ഡ്രോണും പിന്നെ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മളെ കൈമ തന്നെ ഉണ്ടായിരുന്നു. ചാർജർ വണ്ടി തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഡ്രോണിൽ റെക്കോർഡ് ചെയ്ത ചെറിയൊരു ക്ലിപ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഡ്രോൺ ബാഗ് നേരത്തെ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞിരുന്ന ആ ഒരു കാടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇറങ്ങിയത് കൊണ്ടാണ് നമ്മളത് മറന്നുപോയത്. സാധാരണ നമ്മളങ്ങനെ എവിടെയും വെക്കാറില്ല. എന്താ ഹസ്ബൻഡ് അങ്ങനെ വെച്ചുകൊണ്ടാണ് പിന്നെ ഞാനും പറഞ്ഞു. ഞാൻ വിചാരിച്ച് ഹസ്ബൻഡ് എടുത്തിട്ടുണ്ടാവും, ഹസ്ബൻഡ് വിചാരിച്ച് ഞാൻ എടുത്തിട്ടുണ്ടാവും. ആ ഒരു രീതിയിലായിരുന്നു. ഇതവിടെ കുടുങ്ങി കിടക്കുമ്പോഴുള്ള ഒരു ക്ലിപ്സാണ് ഈ കാണുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി ഒരു സ്ഥലം എന്ന് വെച്ചാൽ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കലുണ്ട് എന്ന് ഹസ്ബൻഡ് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നടക്കലുണ്ട് എന്ന് പറയുന്ന കേട്ടിനി. സത്യം പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഇവിടെയൊക്കെ വന്നത് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. ജസ്റ്റ് ഒന്ന് ആ ഡ്രോൺ പറത്താന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പിന്നെ വന്ന് എല്ലാ സ്ഥലവും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വന്ന് അപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കാര്യമായിട്ടൊന്നും ചേട്ടന് കിട്ടുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനത്തെ തോണിയും സംഭവം ആദ്യമായിട്ടാണ് ഇത്ര അടുത്തുനിന്ന് കാണുന്നത്. അപ്പോൾ എനിക്കും എന്ന് വെച്ചാൽ മോനിക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസും കാര്യങ്ങളാണ്. അതിൽ കയറണം എന്നൊക്കെ വിചാരിച്ചിന് അവർ കയറിക്കുമെന്നും പറഞ്ഞു. പക്ഷേ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കാണുമ്പോൾ തന്നെ വല്ലാണ്ട് പേടിയാണ്. എനിക്ക് ഈ വെള്ളത്തിൽ കീഴിട്ടുള്ള കളി അത്ര ഇഷ്ടമല്ല എന്നല്ല, ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബോട്ടും കാര്യങ്ങളും ഇതിലൂടെ വരുന്നുണ്ട്. അവരെത്തുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മീൻ മാർക്കറ്റിലേക്കാണ് പോയത്. മീൻ മാർക്കറ്റിൽ കയറുമ്പോഴത്തേക്ക് വണ്ടി നിർത്താനല്ല, നമ്മൾ നടന്നിട്ട് പോകുന്നുണ്ടെങ്കിലും വണ്ടി എടുത്ത് പോകുന്നുണ്ടെങ്കിലും അവർക്ക് പൈസ കൊടുക്കണം. ആ ഒരു രീതിയിലായിരുന്നു. എന്തിനാണ് അത്, എന്തെല്ലാം നിയമങ്ങളും കാര്യങ്ങളാണ് ഇവർ കൊണ്ടുവരുന്നതെന്ന് അറിയില്ല. അപ്പോൾ വരുമ്പോൾ ഇഷ്ടംപോലെ ബോട്ടൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാനെങ്കിൽ ചെരുപ്പില്ല, ഞാൻ പിന്നെ ചെരുപ്പ് വാങ്ങിയിട്ടില്ല വീട്ടിൽ. പിന്നെ ചെരുപ്പുള്ളതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനോട് വാങ്ങണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് വിടുമെന്ന് വിചാരിച്ച വീട്ടിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഞാൻ ചെരുപ്പിടാണ്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് നടന്നു പോയത്. പക്ഷെ ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നു ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭഗത്തിന് രക്ഷപ്പെട്ടു. ഇവിടെ നോക്കുമ്പോൾ അവരിങ്ങനെ മീനിങ്ങനെ കൊട്ടയിലാക്കിയിട്ട് ഇങ്ങനെ ഇതാക്കുന്നത്. ഇഷ്ടം പോലെ മീനുണ്ട്. മെയിനായിട്ട് മത്തി, അയില അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ഉണ്ടായത്. പിന്നെ സഞ്ചി എടുത്ത് പോയിനെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സഞ്ചിയിലാക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നമ്മൾ സഞ്ചി എടുക്കാണ്ട് പോയത്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ തൽക്കാലം ഒരു സഞ്ചി ഒപ്പിക്ക് നമുക്ക് മീൻ വാങ്ങിയിട്ട് പോകാം. വെറുതെ തന്നെയെങ്കിൽ ആരായാലും മലയാളീസ് അങ്ങനെയാണല്ലോ, വെറുതെ കിട്ടുന്നത് എന്തായാലും എടുക്കാണ്ട് പോവില്ല. പിന്നെ ഈ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ആ നല്ല രസത്തിനേക്കാളും ബാഡ് സ്മെല്ല് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. മീനിൻ്റെ ആ ഒരു ഏരിയ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ 2-3 തോണിയായിട്ട് ഇങ്ങനെ മീനിങ്ങനെ അവർക്ക് അപ്പുറം മാറിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ക്ലിപ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞ് ചെരുപ്പിടാത്തതുകൊണ്ട് ഞാനും മോനും കുറച്ച് മാറി നിന്ന്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് നിങ്ങൾ പോയിട്ട് എടുക്കുക, ഞാൻ വരുന്നില്ല. അവിടെ മൊത്തം വോയിസും കാര്യങ്ങളായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോകാൻ നിന്നില്ല. നമ്മൾ കുറച്ച് ദൂരെ മാറി കുറച്ച് തണലത്ത് പോയിട്ട് നിന്നു. അതാണ് കുറച്ചും കൂടി നല്ല. റോഡിൽ ചെരുപ്പിടാണ്ട് വെയിലത്ത് നടക്കാമെന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. കാലിൻ്റെ അടിയെല്ലാം പൊള്ളി പതക്കുന്നുണ്ട്. വെയിലൊക്കെ കൊണ്ട് ആകെ ക്ഷീണമായിട്ടാണ് ഉണ്ടായത്. പിന്നെ അപ്പോൾ ഞാൻ ഇതിൻ്റെ മുൻപ് ഈ ഒരു ഭാഗത്തേക്ക് വന്നിരുന്നു. അന്നേരം ഇങ്ങനെ കയറുന്നതിന് പൈസയും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിട്ടില്ല. ഇപ്പം പുതിയതായിട്ട് അവർ നിയമം കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ഈ കാണുന്നത് തേച്ചും മത്തിയും അയിലയും ഉണ്ട്. അയില ശരിക്കും കാണുന്നില്ല, ആടുന്ന് നേരിട്ട് കണ്ടിരുന്നു. ഇപ്പം കാണുമ്പോൾ മൊത്തം മത്തി പോലെയുണ്ട്. പിന്നെ ഇഷ്ടം പോലെ കാക്ക, പരുന്ത്, നായി എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവിടെയാണെന്ന് വെച്ചാൽ ഭയങ്കര ബഹളമായിരുന്നു. അപ്പുറം ഒരു അടിൻ്റെ രീതിയിലുള്ള ഒരു ബഹളമാണ് ആടുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ നിന്നിടത്തുനിന്ന് പിന്നെ അനങ്ങിയിട്ടില്ല. ഹസ്ബൻഡ് പിന്നെ ഉള്ളിലോട്ട് പോയിട്ട് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ തന്നിട്ട് പിന്നെ ആളെ പരത്തിയിട്ട് കാണുന്നില്ല. പിന്നെ എൻ്റെ ഫോൺ കൊടുത്തിട്ട് ഹസ്ബൻഡ് പോയതുകൊണ്ട് എനിക്ക് വിളിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ആൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് വന്നത്.
വെയിലൊക്കെ കൊണ്ട് ഞാനും മോനും ആകെ അവശ്യമായിട്ട് ഉണ്ടായത്. പിന്നെ മീനിലേക്ക് ഇത് ഐസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ മണം കൊണ്ട് അതിൻ്റെ ഏരിയത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് ഈ ഇപ്പുറത്തെ സൈഡിലുള്ളത് അതിൽ, അപ്പുറത്തെ സൈഡ് നമുക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമുണ്ട്. അപ്പുറത്തെ സൈഡിലുള്ളത് മത്തിയും. നമ്മൾ ഈ സഞ്ചരിക്കാതെ പോയത് വല്ലാത്തൊരു നഷ്ടമായിപ്പോയി. എനിക്കിങ്ങനെ മീൻ വാങ്ങാൻ പോകൽ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എന്നൊക്കെ വെച്ചാൽ മെയിൻ റോഡിൽ പോയിട്ട് മീൻ വണ്ടിക്ക് കാത്തിക്കും, പിന്നെ മീൻ വന്നിട്ട് അങ്ങനെ വാങ്ങിച്ചു വരുത്താന്ന്. ഇപ്പോൾ വീട്ടിൻ്റെ വാതിക്കൽ വന്നിട്ട് മീൻ വേണോ എന്ന് ചോദിക്കലാണ്. ഇപ്പോൾ ആരും അങ്ങനെ മീനും കാര്യങ്ങളും, ചിക്കൻ വന്നതിന് ശേഷം ചിക്കൻ, ബീഫ്, മട്ടനൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആരും അങ്ങനെ മീനും കാര്യങ്ങളും വാങ്ങലുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ചിക്കനും അതൊക്കെ അപേക്ഷിച്ചിട്ട് മീൻ വാങ്ങൽ ഇപ്പോൾ വളരെ കുറവാണ്. ചെമ്മീനൊക്കെ പിന്നെയും വല്ലപ്പോഴും അങ്ങനെ വാങ്ങും, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ വാങ്ങാറില്ല. പിന്നെ ഹസ്ബൻഡ് ഇങ്ങനെ ആളെ മുന്നിൽ നിന്ന് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളും എടുക്കുമെന്ന് ഞാൻ തീരെ വിചാരിച്ചിട്ടില്ല. അയാൾ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഹസ്ബൻഡ് എന്ന് വെച്ചാൽ സംസാരിക്കും. ഇപ്പോൾ ഒരാളെ പരിചയപ്പെട്ടാൽ നല്ലോണം സംസാരിക്കും, പക്ഷേ പരിചയപ്പെടാന്നല്ല, കാണുന്ന ആളോടൊക്കെ ചിരിക്കും. അങ്ങനത്തെ ഒരു പേഴ്സണാണ്. പിന്നെയെന്ന് വെച്ചാൽ വീഡിയോസിലും കാര്യങ്ങളും അങ്ങനെ വരില്ല അത്രമാത്രം. അപ്പം ഇങ്ങനെ ആളെ മുന്നിൽ നിന്ന് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത് ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഈ ഒരു വീഡിയോ എഡിറ്റിങ് ടൈമിലാണ് ഞാൻ ഈ ഒരു സംഭവം കാണുന്നത്. ഇങ്ങനെ ആളെ മുന്നിലൊക്കെ ഫോൺ എടുത്ത് പോയിട്ട് വീഡിയോസ് എടുക്കലൊക്കെ, വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ആളെ മുന്നിൽ നിന്ന് എടുക്കാനൊക്കെ ഭയങ്കര ചമ്മലും കാര്യങ്ങളാണ്. പിന്നെ അപ്പോൾ തിരിച്ചു വരുന്ന ടൈമിൽ ഞാൻ ഹസ്ബൻഡിനോട് പറയില്ല, നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് ഒരു സഞ്ചിയും കൂടി എടുത്തില്ലെങ്കിൽ ഇഷ്ടംപോലെ മീൻ വീട്ടിലേക്ക് കൊണ്ടുപോകാമായിരുന്നു, ഇങ്ങനെ പറഞ്ഞിട്ട് പോക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോസും കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ബൈ ബൈ.